ഈ ദുരൻ സാറ് വരാം അത്ര വൈകിപ്പോയി എന്നുള്ള വിഷയം മാത്രമേ നമുക്കുള്ളൂ. കഴിഞ്ഞ ഭരണസമിതി വന്നായിരുന്നു ചോദിക്കാൻ വന്നിരുന്നു ഒരുപാട്. അപ്പോഴാണ് യാഥാർത്ഥ്യ കൊടുത്തതല്ല. അപ്പൊ ഒന്നും ആരും ഒന്നുമില്ല, ഒന്നും തിരിഞ്ഞു വരുന്നില്ല. പോലും വാങ്ങില്ല. എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് താവൂക്ക് വെച്ചു. താവൂക്ക് വെച്ചപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആ താവൂക്കിൻ്റെ എണ്ണം കൂടി. 5 കൊല്ലം മുമ്പേ അപേക്ഷിച്ചിട്ട് ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. ഓണർഷിപ്പിൻ്റെ അതിന്റെ പോസിറ്റീവ് ഒന്ന് അറിയില്ല. നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപേക്ഷിക്കാൻ ഇത് 5 വർഷം ഇനി നടന്നു. അതെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപേക്ഷിക്കാം. ഇന്ന് നാളെ അവധിയില്ലേ? ഇന്ന് ചെയ്തോളൂ. ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്നത്തേക്ക് ഇത് ഇടപെടാൻ പറ്റുള്ളൂ? 2 ആഴ്ച നടന്നില്ലെങ്കിൽ മാത്രം നടന്നത് നടക്കില്ല. ഇപ്പൊ തന്നെ അപേക്ഷിക്കുന്നു. നടന്നില്ലെങ്കിൽ നേരെ 2 ആഴ്ച അത് നോക്കിക്കോട്ടെ. എൻ്റെ വീട് എൻ്റെ മകൻ്റെ പേർക്ക് ഞാനത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഓണർഷിപ്പ് മാറ്റാനായിട്ട് കോർപ്പറേഷനിൽ ഞാൻ 5 കൊല്ലം മുമ്പേ അപേക്ഷിച്ചിട്ട് ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. 2 പ്രാവശ്യം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വീട് മുഴുവൻ വന്ന് അളന്നു. ഞാൻ നേരിട്ടാണ് മേയറെ കാണുകയും ചെയ്തു. എന്നിട്ടും അതിന് യാതൊരു തീരുമാനം ഉണ്ടായില്ല. എന്തായാലും പുതിയ ഭരണസമിതിയുടെ ഞാനിതൊരു പരാതിയായിട്ട് എഴുതിക്കൊണ്ട് കൊടുത്തു. മേയറോടിനെ കൺസേൺഡ് ഓഫീസറെ വിളിപ്പിക്കുകയും അതിലുടനെ അദ്ദേഹത്തോട് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് നിർദ്ദേശം തരികയും അത് 2 ആഴ്ചക്കകത്ത് സെറ്റിൽ ചെയ്തില്ല വീണ്ടും മേയറെ കണ്ടാൽ മതി, ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ക്വിക്കായിട്ട് ആക്ഷൻ നടക്കുന്നത് കോർപ്പറേഷനിൽ എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ്. ഞാനും ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അതൊന്നും ഞങ്ങൾ 10 മാസമായി കൊടുത്തിട്ട് അവർ ഫയൽ കണ്ടില്ല. കിടവാക്കോട് ഈ സാർമാരെല്ലാം താഴത്ത് പോയി നോക്കി. അവർ വീട്ടിൽ 14 തരണയില്ല ഫയൽ. ഒന്നും ശരിയാക്കി അച്ഛന്മാർ സഹായിച്ച ഭവനമാണ്. തിരുമേനിയൊക്കെ എനിക്ക് ഇവർ വെച്ച് കൊടുത്തതാണ്. 10 മാസം ചാവിക്കാൻ പോലും വാങ്ങില്ല. നോക്കിട്ടെ കറക്റ്റ് പ്രൊസീജർ അതിനോട് താത്ത ചെയ്യാൻ പക്ഷേ ലൈൻ പോയിട്ടുണ്ടോ? ഈ എൻ്റെ മുന്നിൽ പിന്നെ മാറ്റർ ഇങ്ങനെ സംഭവം വിളിക്കാൻ പറഞ്ഞു. നമ്മുടെ സുഹൃത്തിന്റെ പ്രോപ്പർട്ടിയിൽ കൂടെ ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുന്നു, പിന്നെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ പ്രോപ്പർട്ടി കൂടെ ഇലക്ട്രിക് അത് ഇഷ്യൂ ഉണ്ടാകാൻ നിങ്ങളാണ് KCB ആണോ ഇല്ല? എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന സാക്ഷ്യപത്രത്തിൽ ചർച്ച ചെയ്യണം. ആറ്റിപ്പുറല്ലേ? ഓ, ഒരു സെക്കൻഡ് കൊള്ളി വേണമെങ്കിൽ അവിടുത്തെ സർട്ടിഫിക്കറ്റ് തരും.
ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിദ്യാഭ്യാസം അറ്റസ്റ്റ് ചെയ്ത് അതുകൊണ്ട് എല്ലാവർക്കും പറഞ്ഞു സാർ ഇത് ചെയ്തത് ഒന്നാണ് എന്നൊക്കെ പറഞ്ഞില്ലേ 7 വർഷമായി സാർ പൈപ്പും ഇല്ല കേട്ടാ എല്ലാം ചെക്കി മേലെ ഇച്ചിരി ബാക്കി തള്ളിയിരുന്നു അടച്ചു വിട്ട് നമ്മളെന്താ അതാണ് ഇടയ്ക്കിടയ്ക്കോട്ട് വരണോ ഓക്കെ ശരി ഞാൻ സ്കൂളിൽ പിന്നെ പറയുന്ന ഒരു സന്തോഷമല്ല നേരത്തെ കണ്ടത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളുമായിട്ട് ഇതാവണത് നോക്കാം. നേരത്തെ നമുക്കറിയാമായിരുന്നു, അറിയാം പ്രവർത്തനം എല്ലാവരും എല്ലാ ഇതിലും വരും ഇടപെടും. മുമ്പ് അറിയാമായിരുന്നു, ഇപ്പോഴല്ല. കൗൺസിലർ നേരത്തെ പൂജപ്പാറ കൗൺസിലറായിരുന്നു, അപ്പോഴേ അറിയാമായിരുന്നു. അപ്പോഴും നല്ല ഇതൊരു കൗൺസിലറായിട്ടിരുന്നപ്പോൾ നല്ല ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 7 വർഷമായി എനിക്ക് TC കിട്ടിയിട്ട് ഞാൻ ഒരു വീട് വെച്ച്. അപ്പോൾ സൺസൈഡ് എന്തോ ചെറിയ ഇത്, അപ്പോൾ അത് മറച്ചിട്ടുണ്ട്. അതായെന്ന് പറഞ്ഞ് ഇതുവരെ ഇതിന് TC വന്നു. അപ്പോൾ അദാലത്തിൽ കൊടുത്തിരുന്നു, അപ്പോൾ അതൊന്നും ആയിട്ടില്ല. അപ്പോൾ പുള്ളി വന്നപ്പോൾ പറഞ്ഞ് നേരെ ഓഫീസിൽ പോവാ 13-ാം തീയതി. അപ്പോൾ ഞാൻ അതിന് ഇത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് കൊടുത്തിട്ടുണ്ട്. 16-ാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പേട്ട വാർഡിൻ്റെ ഇത് ആൾക്കാരുണ്ട്, അതിൽ ഓഫീസിൽ. അപ്പോൾ കണ്ടിട്ട് അത് എന്താണ് ഈ ഫയൽ നീക്കമുണ്ടോ നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിക്കാൻ 16-ാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി ഇരുന്നപ്പോൾ വന്നായിരുന്നു ചോദിക്കാൻ വന്നിരുന്നു ഒരുപാട്. അപ്പോഴാണ് ഈ അദാലത്ത് കൊടുത്തതല്ല. അപ്പോൾ ആരും ഒന്നുമില്ല, ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ പുള്ളി അവിടെ വന്നപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു, അവതരിപ്പിച്ചപ്പോൾ വരാൻ പറഞ്ഞു 13-ാം തീയതി. അപ്പോൾ അങ്ങനെ വന്ന് കണ്ട് ശരിയായത് 16-ാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഞ്ഞ എന്താ ഒന്നായിരുന്നു. ഞങ്ങളെക്കാളും കൊച്ചുമോക്കായിരുന്നു സന്തോഷം വരാൻ. ഇഷ്ടപ്പെട്ടോ? എന്തോ പറഞ്ഞു? ഇനിയും വരണമെന്ന് പറഞ്ഞു. എന്തായിരുന്നു, എത്ര പഠിക്കണമെന്നൊന്നും ചോദിച്ചായിരുന്നു? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. മേയറിന് ഇഷ്ടപ്പെട്ടോ? അദ്ദേഹം വിളിച്ചു പറയുന്നത് മാറ്റർ നമുക്കറിയാം, ആളാണെന്നറിയാമോ? നിങ്ങൾ പരമാവധി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നറിയാം. എന്താണ് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഹെൽപ്പ് ചെയ്യണം. പറ്റുന്നത് മനസ്സിലായി. പറഞ്ഞു ഒന്നുകൂടെ കാണും. ഒന്ന് തവണ ആക്കി എന്താ നോക്കണം. എനിക്കറിയാം, ഞാൻ തന്നിട്ടോ ഒന്ന് കണ്ടാൽ അതവിടെ ചോദിച്ചാൽ നിയമപരമായിട്ടാണ് ചെയ്തത്. ശരി, ഇപ്പൊ പ്രൈവറ്റ് പാർട്ടിയിലായിട്ടുണ്ട്. പറയും അതെങ്ങനെ 3 മാസം മുമ്പ് വരെ പുറമ്പോക്കായിരുന്ന സ്ഥലം ഒരു പ്രൈവറ്റ് വ്യക്തിയിലാണ്. സാറിനെ പോലൊരു വ്യക്തി ഇവിടെ കസേരയിൽ വരാൻ താമസിച്ചു വരുന്നതൊക്കെയുള്ള വിഷമമുള്ളൂ. കുറച്ചു കാലം മുമ്പേ വരേണ്ട വ്യക്തിയാണ് സാറ്. എൻ്റെ മാത്രം അഭിപ്രായമില്ല. ഞാൻ അവിടെ വളരെ സാറ് അഭിപ്രായം പറഞ്ഞൊക്കെ കേട്ടത്. എപ്പോഴും എല്ലാവരും അപ്പോഴും ഫോണിൽ വിളിച്ച് ആരെന്ന് ബന്ധപ്പെട്ടാന്ന് വിചാരിച്ച് വിളിച്ച് അവരവരുടെ കാര്യങ്ങൾ അപ്പോഴപ്പോഴും സാർ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ജോലിയാണ് സാറ് വരാൻ വൈകിപ്പോയി എന്നുള്ള വിഷയം മാത്രമേ നമുക്കുള്ളൂ. ഞാൻ ഒരു ബാങ്കിൻ്റെ ഒരു ആവശ്യമായിട്ട് വന്നതാണ്. സാറ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. ഇനി സാറ് തന്നെ വരണം കസ്റ്റഡിയിൽ. പിന്നീട്
നിയമപരമായിട്ട് നടത്തുന്ന ഡിഗ്രി ചെയ്ത താല്പര്യമുള്ളത് മാറ്റാൻ കിട്ടണം. ഇന്നിപ്പോ പാവപ്പെട്ട സർജറി അദ്ദേഹം മകളെ വിളിച്ചിട്ട് എണിച്ചിരിക്കാൻ അവൻ്റെതായ ജീവിതം നടത്തി തീരുന്നു. അയാളുടെ പേര് മാറ്റം 30 വർഷം കൊണ്ട് അവിടെ നടത്തി. 30 വർഷം കൊണ്ട് നടത്തുന്ന ആളുടെ ഇതുവരെ എന്തോ ഒരു ഇത് കൊടുത്തു. ഞാൻ ശശികുമാർ ഉത്തരവിട്ട് കോച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു 30 വർഷം കൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്താണ് ഇപ്പൊ മാറ്റി. 30 വർഷം മുമ്പ് 30 വർഷം കൊണ്ട് ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ മാറ്റം. മനസ്സിലായില്ലേ? 30 വർഷം തൊടാത്ത കാര്യം നമ്മുടെ ഭരണസമിതി പോളിസി എടുക്കും. തട്ടിടം കാര്യം വരാൻ 3 ദിവസം കണ്ടു എടുക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ തയ്യാറാക്കാം. എന്റെ പോയിന്റ് ചെയ്യുന്നത് കഴിഞ്ഞ 3 മാസം മുമ്പ് ഒരാളെ പ്രശ്നമില്ലേ, അതുപോലെ എനിക്കത് ഇപ്പോഴും തുടരട്ടെ. നമ്മൾ ജനറൽ പോളിസി തീരുമാനിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇവിടെ വച്ചിരിക്കുന്നവർക്ക് എല്ലാവരും വലുപ്പമുള്ളവരാണ്. ഇന്ന് വന്നവർക്ക് അങ്ങനെ വലിയ വലിയ സ്റ്റാർ ഒരു ഡയറക്ഷൻ കൊടുക്കും. ഇപ്പൊ തട്ടുകടകൾ ഇനി വെക്കാൻ സമ്മതിക്കുക വച്ച ഒന്നും ഇപ്പം നമ്മൾ നമ്മൾ തട്ടുകടക്ക് വേണ്ടി ഇരുന്നതിന് ശേഷം കൗൺസിൽ അത് വ്യാപകമായിട്ട് എടുക്കുക. ഒരു കാർഡിയാക്കിന്റെ ഡേറ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും അർത്ഥം പറയുന്നത് അവിടെ പൊടിച്ചിട്ട് ആദ്യം ഇവിടുത്തെ മഴക്കുഴി ഉണ്ടാക്കി വെള്ളം കയറുന്നു. അതിന്റെ പരാതി ഒരുപാട് കൊടുത്തിരുന്നതാണ്. എല്ലാം കഴിഞ്ഞു. അത് 2022 ആകെ ചെയ്തതിന് ശേഷമാണ് ഇവർ പൊടിച്ച് മഴക്കുഴി ഉണ്ടാക്കിയത്. അതിനുശേഷം ഇപ്പൊ 25 അവർ മെയ്യിൽ വീണ്ടും പൊളിച്ചിട്ട് ഇവിടെ വീണ്ടും ഒരു ബമ്പും ഒരു കാറ്റിൽ ട്രാപ്പും കൂടെ ഉണ്ടാക്കി. ഇതിനുശേഷം ഇപ്പൊ മുമ്പേ എന്നെ വീട്ടിൽ കയറ്റില്ലായിരുന്നു. പക്ഷെ അത് പല കേസായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പം എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് താവൂക്ക് വെച്ചപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആ താവൂക്കിൻ്റെ എണ്ണം കൂടി. അതെ എനിക്ക് ഫുഡ് കൊണ്ടുവന്ന ആളിനെ അടിക്കാൻ പോയി. ഈ വഴി അതൊക്കെ ഇത് താലൂക്കിൽ കോർപ്പറേഷൻ പോയതാണ് അളന്ന് തിട്ടപ്പെടുത്താൻ. അതെ ഇത് തന്നെയാണ് അളന്ന് തിട്ടപ്പെടുത്തി അവരുടെ 2.2 മീറ്റർ കോർപ്പറേഷൻ വഴിയാണ്. അതെ എല്ലായിടത്തും കൊടുത്തു. ഇവിടെ കോർപ്പറേഷനിലും ഉണ്ട്. ഇൻവോർഡിന്റെ നമ്പർ ഞാൻ നമുക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?